ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2 വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീട്ടിൽ നിന്നും ഇൻഫോ പാർക്ക് ഫേസ് 2 വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇൻഫോ പാർക്കിലെ സ്റ്റാഫിന് തീർച്ചയായിട്ടും സ്വന്തമാക്കാവുന്ന ഒരു വീടാണ്. ഇൻഫോ പാർക്ക് മാത്രമല്ല, എല്ലാവർക്കും. കാരണം കൂടുതൽ പേരും ഇൻഫോ പാർക്കിനടുത്ത് വീട് ചോദിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് പള്ളിക്കര ഭാഗത്തേക്കൊക്കെ വെറും 3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ട് സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഒരുപാട് പേര് വില്ലകൾ വേണ്ട, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് വില്ലാസിൽ താമസിക്കാൻ ഇഷ്ടമല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വീട് വേണമെന്ന് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു വീടാണ് ഇത്. ഇൻഡിപെൻഡന്റ് ആയ ഒരു വീടാണ്. മാത്രമല്ല ഇതിനടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. ഒറ്റ ഒരു വില്ല പ്രൊജക്ടിനകത്ത് വരുന്നതല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. 4.3 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റും റേറ്റും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും കാണിക്കുന്നില്ല. നമുക്കിതിനെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കാം. ടാർ റോഡാണ്. ടാർ റോഡിനെ ഫേസ് ചെയ്തായിട്ടാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. എലിവേഷനൊക്കെ അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വീട്ടിന് ആ ഒരു ബേസ് കോട്ട് കൊടുത്തിരിക്കുന്നത് വൈറ്റ് തന്നെയാണ്. അതിനിടയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം വുഡൻ കളറുകളൊക്കെ വരുന്ന പോലത്തെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഡിസൈനുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാം മുകളിലത്തെ ബാൽക്കണിയിൽ ആണെങ്കിലും താഴെ സിറ്റൗട്ടിലും ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. വീടിന് ചുറ്റിനും ആവശ്യത്തിന് മാത്രം LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എപ്പോഴും റോഡിനോട് ഫേസ് ചെയ്തിരിക്കുന്ന വില്ലകൾ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന വില്ലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് ഈ ഒരു വീടിനെ മതിൽ നോക്കുവാണെങ്കിൽ മതിലിനകത്താണെങ്കിൽ ഒരു വൈറ്റ് കളർ പെയിന്റിനകത്ത് ചെറിയ ഡിസൈനുകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ലേസർ കട്ട് പോലത്തെ ഡിസൈനുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ചെങ്കല്ല് ഡിസൈനുകൾ വരുന്നുണ്ട്. അതിനിടയിലൊക്കെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മതിലിന്റെ മെയിൻ 2 പില്ലറുകൾ നോക്കുവാണെങ്കിൽ 2 വലിയ ലാമ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് 2ഉം 3ഉം ആയിട്ടൊക്കെ ഫോൾഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഇവിടെ ഏകദേശം ഒരു 3 ഫോൾഡിങ് വരുന്നുണ്ട്. ഇവിടെയും 3 ഫോൾഡിങ് വരുന്നുണ്ട്. അങ്ങനെ 2 സൈഡിലേക്ക് നമുക്ക് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ലോപ്പ് ഒക്കെ റോഡിൽ നിന്ന് വളരെ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് കാർ പോർച്ചും അതിനോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള മുറ്റവും ഒക്കെ കാണാം. അവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൊക്കെ ഗ്രാസിന്റെ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിലാണ്. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ കവർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കവേർഡ് കാർ പോർച്ചിന്റെ അണ്ടറിൽ ഒരു കാറിനും നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഒരു കാറിനും ടോട്ടൽ നമുക്ക് ഈ കാണുന്ന വീട്ടില് കവേർഡ് കാർ പോർച്ചിലും അത് അടുത്ത് കിടക്കുന്ന ഏരിയയിലൊക്കെ ആയിട്ട് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടും സ്ട്രോങ് ആയിട്ടൊക്കെ തന്നെയാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ നോക്കിയാലും കാണാം ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് നല്ലതായിട്ട് ഭംഗിയാക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഷോ വാള് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിലും ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന 2 പില്ലറുകൾ നോക്കിയാൽ കാണാം ചെങ്കല്ല് ഡിസൈനിലുള്ള ടൈലുകളാണ് അവിടെയൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടിലേക്ക് കയറിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. വീടിന്റെ 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 4.3 സെന്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ലൊരു ലാൻഡ് അളവ് വരുന്ന രീതിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ സൈഡിലേക്കൊക്കെ കടന്നു പോകുന്ന വഴികൾ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല വലിയ ബേബി മെറ്റൽ വിരിച്ചിട്ടാണ് നീറ്റായിട്ടും ഭംഗിയായിട്ടും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലൊക്കെ ഒരുപാട് ഏരിയ നടന്നു പോകുമ്പോൾ നമുക്കറിയാം നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് 2 സൈഡിലൂടെയും കിട്ടുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ കിട്ടുന്നത്. അപ്പോൾ ഈ കാക്കനാട് ഭാഗത്ത് ചെങ്കല്ലാണ്, നല്ല വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. കിണർ കൂടാതെ ഇവിടെ ഓൾറെഡി KWയുടെ വാട്ടർ കണക്ഷനും കൂടെ എടുത്തിട്ട് അതെല്ലാം തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓഫ് വാട്ടർ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് കിണർ വെള്ളം യൂസ് ചെയ്യാം, മറ്റൊന്ന് നമുക്ക് KWയുടെ വാട്ടറുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് റിട്ടേൺ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലേക്ക്. ഈ ഭാഗത്ത് നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് വീടിന്റെ ആ ഒരു സിറ്റ് ഔട്ട് ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് ഈ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ കാണാം സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിന്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ ബോർഡറും ഈ സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്നൊരു ടൈലാണ് സിറ്റ് ഔട്ടിന് ഈ ഒരു ഫ്ലോറിലൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറൊക്കെ ഇടാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്.
മെയിൻ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് ഭാഗത്തേക്കാണ്, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോർ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. നമുക്കിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ നേരെ കടന്നു വരുന്നത്. ആദ്യം വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ നമ്മൾ സെയിം സിറ്റ് ഔട്ടിൽ കണ്ട അതേ ടൈപ്പ് ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് അവിടെ ആ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സീലിംഗിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സീലിംഗിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള പെയിന്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് LED സ്ട്രിപ്പും LED ലൈറ്റുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് എല്ലാ റൂമുകളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളറിലെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന TV യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. TV ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. കളക്ട് സൂട്ട് ആയിട്ട് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിലും ഗ്രാസുകളൊക്കെ വിരിച്ച് വളരെ ഭംഗിയായിട്ടാണ് TV വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡൈനിങ്ങിലേക്കുള്ള എൻട്രൻസ് ഉൾപ്പെടെ ഇതുപോലെ ഫുൾ ആയിട്ട് തന്നെ മൾട്ടി വുഡിലാണ് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. നല്ല വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് അവിടെ ലിവിംഗിൽ കിട്ടുന്നത്. ഏകദേശം 10 പേരെ വരെയൊക്കെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. അതുപോലെ ഒരു വലിയ കോർണർ സെറ്റ് ഇടാവുന്ന നല്ലൊരു സ്പേസുമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 10 പേരെ തന്നെ ഡൈനിങ് ഹാളിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുകയാണെങ്കിൽ 2 വിൻഡോകൾ വീതമാണ് ഈ ഒരു വോളിൽ 2 സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ TV യൂണിറ്റിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ കാണാം, ഇവിടെയും നമുക്ക് എന്തെങ്കിലും ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ ചെറിയൊരു വർക്ക് കൂടി ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വുഡൻ വർക്കുകൾ വരുന്നുണ്ട്. അത് കൂടാതെ അതിന്റെ മിഡിൽ പോർഷനിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് റൂഫിലെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് ഡൈനിങ് സ്പേസിൽ കാണേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. വാഷ് ഏരിയ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സാനിറ്ററി ഐറ്റംസ് എല്ലാം നോക്കുവാണെങ്കിൽ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൽ ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അവിടെ പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചുറ്റിലുള്ള ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ടൈലും ഇവിടെ ഗ്രാനൈറ്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ മൾട്ടി വുഡ് കൊണ്ട് നല്ല ഡിസൈൻ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ മെറ്റീരിയലാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് കമ്പനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസും കേബിളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേഗ്രാൻഡിന്റെയും വീഗാർഡിന്റെ ഒക്കെ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഞാൻ ഈ നിൽക്കുന്നതിന് ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇതിനെ നേരെ ഫേസ് ചെയ്ത് ആ ഭാഗത്തും ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. ഡോറുകളുടെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ്. ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ് പെയിന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x12 13x12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ധാരാളം വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള കളറാണ് വാർഡ്രോബുകളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു കബോർഡുകളെല്ലാം ചെയ്തിട്ട് പോലും പിന്നെ നമുക്ക് ധാരാളം സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളും ഡിസൈനുകളും ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫാൻ ഫിറ്റിംഗ് നോക്കിയാലും കാണാൻ നല്ല ഡിസൈനോട് ഒരു ഫാനാണ് കൊടുത്തിരിക്കുന്നത്. റൂമിലേക്ക് ഒരു പെയിന്റ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടൊരു യെല്ലോ കളറാണ്, പക്ഷെ ഒരു വോള് മാത്രം ചെറിയ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ഉള്ള ഈ ഒരു കൊടുത്തിരിക്കുന്ന ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ കാണാം, അവിടെയും ചെറിയൊരു വുഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോക്കേസ് ഐറ്റംസോ അതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കണമെങ്കിൽ ആ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഡിസൈനോട് കൂടി ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഓൾറെഡി സെപ്പറേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിന്റെ താഴെയുള്ള ഭാഗത്താണെങ്കിലും കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഭാഗം യൂസ് ചെയ്യാം. കബോർഡുകളായിട്ട് തിരിച്ചതിന് ശേഷവും നമുക്ക് ബാക്കി സ്പേസ് അവിടെ ധാരാളം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന്റെ നേരെ ഫേസ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്.
ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലെങ്തി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം കിട്ടുന്നത്. 14x11 14x11 ഫീറ്റിലാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഒരു നല്ല ഡാർക്ക് ഗ്രീൻ പെയിന്റ് ആണ് ഈ ഒരു വോളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും ആ ഒരു മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു ഷോപ്പീസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം മെറ്റീരിയൽ അതേ കളേഴ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും കാണാൻ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ റയർ ആയിട്ടുള്ള പെയിന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീനിന്റെ തന്നെ ഒരു ലീഫി ഗ്രീനിലെ ഒരു ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ അവിടെ ഭംഗിയായിട്ടുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകൾ, LED ലൈറ്റുകൾ എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻ ഫിറ്റിങ്ങും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഡിസൈൻ ഉള്ള ഡോർ തന്നെയാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ബാത്റൂമിനകത്തൊക്കെ ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഈ ബെഡ്റൂം രണ്ടെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഡൈനിങ് സ്പേസിൽ വന്നിട്ട് കിച്ചണിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം നമുക്ക് ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കിച്ചണിനകത്തേക്ക് നോക്കുന്ന സമയത്ത് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വന്നിട്ടും ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലെ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ 2 ഭാഗത്തായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും കൂടി നമുക്കൊരു ഷെൽഫ് ഫെസിലിറ്റി ഇതുപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചണിലുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം ചെറിയൊരു ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് കൊണ്ടുള്ള ചെറിയൊരു സ്ക്വയർ പീസ് അവിടെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് കിച്ചണിലും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കിച്ചൺ പോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു സ്ലാബ് കിട്ടുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്താണെങ്കിൽ പോലും ഇവൻ നമുക്ക് നോക്കിയാൽ കാണാം ലൈറ്റ് ഫിറ്റിംഗ്സ് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡോർ കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. ആ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കാൻ നിങ്ങൾക്ക് കാണാം അവിടെയൊക്കെ നല്ല സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വീടിന്റെ കംപ്ലീറ്റ് ആയിട്ട് സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കാണിച്ചതാണ്. നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീടിന്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്റ്റെപ്സ് എല്ലാം നോക്കുവാണെങ്കിൽ വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് എല്ലാം നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം നമുക്ക് ആ GA പൈപ്പ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിലും വുഡൻ ഫിനിഷോട് കൂടിയ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നടന്ന് വന്ന വഴിക്ക് നോക്കുവാണെങ്കിൽ കാണാം പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് സൺലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. അത് കൂടാതെ അതിനകത്തെല്ലാം ഗ്ലാസുകൾ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ കാണാം വളരെ ഭംഗിയായിട്ട് ഒരു വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റും കിട്ടുന്നുണ്ട്. ഈ വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് മുകളിലത്തെ ഒരു ഹാളിലേക്കും കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു വലിയ ഹാള് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസുമാണ് കാണാനുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ താഴെ ഒരു 2 ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. അപ്പൊ നമ്മൾ കണ്ട ആ ഹാളിന്റെ പോർഷൻ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനിങ്ങനെ ഒരു ചെറിയ സെപ്പറേഷൻ പോലെയാണ് കിട്ടുന്നത്. നമ്മളിപ്പം സ്റ്റെപ്പ് കയറി ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇവിടേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം കാണാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 13x12 ആണ് ഇതിന്റെ ഫീറ്റ് വരുന്നത്. 13x12 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും പെയിന്റ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. മെയിൻ ആ ഒരു യെല്ലോ പെയിന്റ് കൂടാതെ ഓരോ വോളുകളിൽ വന്നിട്ട് സെപ്പറേറ്റ് ഡിഫറെന്റ് കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് കളേഴ്സിലുള്ള പെയിന്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫാൻ ഫിറ്റിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ മൾട്ടിവുഡിന്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഈ ഒരു നമുക്ക് വാർഡ്രോബിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ട 2 ബാത്റൂമുകളിലും ഇതിലും നോക്കുവാണെങ്കിൽ കാണാം വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂം കണ്ട സ്ഥിതിക്ക് ഈ ഒരു സൈഡിലുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ട് ആ ഒരു സൈഡിലേക്ക് പോകാം. ബെഡ്റൂം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയും ഒരു വലിയ ഹാള് കിട്ടുന്നുണ്ട്. ഇത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹാളിലാണെങ്കിൽ പോലും ഒരു വോള് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കളർ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് TV വെക്കാനായിട്ട് മൾട്ടിവുഡിൽ ചെറിയൊരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന്റെ മുകളിൽ നോക്കിയാലും കാണാം ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡുകളും ഭംഗിയുള്ള വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഹാളിലും സിറ്റ് ഔട്ടിലും എല്ലായിടത്തും ബാൽക്കണിയിൽ പോലും ഫാൻ ഫിറ്റിങ്ങുകളൊക്കെ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. താഴെ നിന്നുള്ള ആ പില്ലറിന്റെ വർക്കുകൾ ഒരു ചെങ്കല്ല് മോഡലുള്ള വർക്കുകൾ തന്നെയാണ് ഇങ്ങോട്ടേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഏകദേശം പകുതി പോർഷനോളം തന്നെ നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന സ്പേസ് മാത്രമാണ് നമുക്ക് ജിയുടെ പൈപ്പുകൾ കൊണ്ട് ഹാൻഡ് റൈൽസ് ചെയ്തിട്ട് അതിനകത്തെല്ലാം നമുക്ക് നല്ല ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ബാൽക്കണിയിലും നമുക്ക് സിറ്റ് ഔട്ടിലും ഒക്കെ ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ധാരാളം ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെ തന്നെയാണ് പുറത്തൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ ചുറ്റിനും വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വില്ലകൾ പോലുള്ള പ്രൊജക്റ്റ് അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വീടാണ്. അതിന് ചുറ്റിനും നിങ്ങൾക്ക് കാണാം ഒരുപാട് വീടുകളും ഒക്കെയുള്ള നല്ലൊരു എന്താ പറയുക കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബാൽക്കണി കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടുത്തെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ കംപ്ലീറ്റ് കണ്ടത്. റൈറ്റ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും ആണ് ഇനി കാണാനുള്ളത്. ഈ ഒരു ബെഡ്റൂമും നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 15x10 ഫീറ്റ് 15x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെയും വാർഡ്രോബ് നമുക്ക് നോക്കുവാണെങ്കിൽ ആ സെയിം കളറിൽ മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളും മിററും കൂടി നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും ഭംഗിയുള്ള ഒരു കളർ പെയിന്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. റൂഫിംഗ് വർക്കുകൾ ഉണ്ട്. അതുകൂടാതെ ഫാൻ ഫിറ്റിങ്ങും എല്ലാ റൂമുകളിലും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ 4ാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ 4th ബാത്റൂം പോലും എല്ലാത്തിനകത്തും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ഇവിടെയെല്ലാം ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ കുറച്ച് പെയിന്റിങ് കഴിഞ്ഞതിന്റെ സാധനങ്ങൾ റിമൂവ് ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ടൈല് വന്നിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ എല്ലാം വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. ടെറസ് വന്നിട്ട് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു കോർണർ ഭാഗത്തായിട്ട് നോക്കുവാണെങ്കിൽ കാണാം അവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള പൈപ്പ് ഫിറ്റിങ്ങും അറേഞ്ച്മെന്റ്സും വേസ്റ്റ് വാട്ടർ പോകാനുള്ളതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി സ്പേസിനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു വീടിന് നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെയാണ്. അപ്പൊ ഞാൻ എടുത്തു പറയുകയാണ്, നമുക്ക് ഓരോ വീടുകൾ കാണുമ്പോൾ അറിയാം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അതിന്റെ ക്വാളിറ്റിയും എല്ലാം തന്നെ. അതാണ് നമ്മൾ സ്വിച്ചസ് ആണെങ്കിലും കേബിളുകളാണെങ്കിലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ക്വാളിറ്റിയാണ് ഒരു വീടിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വീടാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻഫോ പാർക്കിൽ നിന്നും ഇൻഫോ പാർക്ക് ഫേസ് 2 നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് വീടുകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഓപ്ഷനാണ്. നമ്മുടെ വീട് എല്ലാവരും ശ്രദ്ധയിൽപ്പെടുന്ന തരത്തിൽ ഒരു ടാർ റോഡിനെ ഫേസ് ചെയ്തിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.3 സെന്റ് 4.3 സെന്റ് ലാൻഡിൽ 1850 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണുള്ളത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിയ കിച്ചൺ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്.
ഇതിന്റെ പോർച്ചിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ധാരാളം സ്പേസ് ആണ് കിട്ടുന്നത്. വെള്ളത്തിനായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ ഒരു വാട്ടർ കണക്ഷനും കൂടി ഇവിടെ ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഇല്ലാത്തത് എന്ന് മാത്രം നമ്മൾ ചോദിച്ചാൽ മതി. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് സെയിലിന് റെഡി ആയി നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കണ്ടത്. ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ലോൺ ഫെസിലിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും അതും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാ ഹെൽപ്പും ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതാണ്. ലീഗൽ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അഡ്വക്കേറ്റ്സ് ഉണ്ട്. ആ ഒരു അഡ്വക്കേറ്റ്സ് പാനലിനെ തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ ഒരു വീട് വാങ്ങാനായിട്ട് നിങ്ങൾ ജസ്റ്റ് കാണാനുള്ളൊരു മനസ്സോടുകൂടി വന്നാൽ മാത്രം മതി. ബാക്കി എല്ലാ മാർബിൾ ഹോംസ് തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഭംഗിയുള്ള വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 83.5 ലക്ഷമാണ്, 83.5 ആണ്. അതായത് 83.5 ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ്. 83.5 ലാക്സ് ആണ് ഈ കാണുന്ന മനോഹരമായ വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ്. ചെറുതായിട്ടൊക്കെ അത് നെഗോഷ്യബിൾ ആണ്. ഈ കാണുന്ന വീട് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.